പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമാധാനമുള്ള ഒരു വാർത്താ സായാഹ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 88 മണിക്കൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. കരയിലൂടെയും കടലിലൂടെയും ആകാശത്തൂടെയുമുള്ള എല്ലാ സൈനിക നീക്കങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും നിർത്തിവെച്ചിരിക്കുന്നു. ഏറെ ആശ്വാസകരമായ ഈ വാർത്ത അല്പസമയം മുമ്പാണ് പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ശരിവച്ചത്. നമുക്കൊപ്പം ഡോക്ടർ ഫസൽ ഗഫൂർ, ഡോക്ടർ മോഹനൻ പിള്ള പ്രതിരോധ വിദഗ്ധൻ, മേജർ വിജയ് ഭാർഗവ് മുൻ സ്പെഷ്യൽ ഫോഴ്സ് എഞ്ചിനീയർ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ഡോക്ടർ മോഹനൻ പിള്ളയിലേക്ക്. ഡോക്ടർ മോഹനൻ പിള്ള, നമ്മൾ ഈ വെടിനിർത്തൽ താൽക്കാലികമായി അവസാനിപ്പിക്കുമ്പോഴും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ശക്തമായ താക്കീതോടുകൂടിയാണ് ഈ വെടിനിർത്തൽ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്അഡ്വഞ്ചർ ഉണ്ടായാൽ, അതിന് കടന്ന ഒരു നീക്കമുണ്ടായാൽ ഇന്ത്യ അതിന് ശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകുമെന്നുള്ള ഒരു താക്കീതോടു കൂടിയാണ് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് വൈകുന്നേരം 3:35 പാകിസ്ഥാൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലാണ് ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലെ വിളിച്ച് ഈ സംഭാഷണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ പ്രതിരോധത്തിൻ്റെ ചൂട് പാകിസ്ഥാൻ അറിഞ്ഞു എന്നു തന്നെയല്ലേ ഡോക്ടർ മോഹനൻ പിള്ള? തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും സീസ് ഫയർ എന്നുള്ളത് ഒരു വെൽക്കം സൈൻ തന്നെയാണ്. ജനറലി ഒരു സമാധാന അന്തരീക്ഷത്തിലോട്ട് പോകുന്ന ഒരു രീതി തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് കാണേണ്ട 1-2 കാര്യങ്ങളുണ്ട്. കാര്യം ഞാനിപ്പോൾ ഈ അൽ ജസീറ നെറ്റിലൊന്ന് കാണുകയായിരുന്നു. അതിനകത്ത് അവർ പറയുന്നത് ഇന്ത്യ അടിയറവ് പറഞ്ഞു, ഈ ടെററിസ്ഥാൻ ഇന്ത്യയെ മുട്ടുമടക്കിപ്പിച്ചു എന്നൊക്കെയാണ് ഇത് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ അരുൺ, നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കാണേണ്ടത്, ഞാൻ കാണുന്നത് ഒരു 2-3 ആസ്പെക്റ്റിലാണ്. ഒന്ന്, ഒരു ഏരിയയിൽ, ഒരു ഫീൽഡിൽ നമ്മളുടെ അയൽ രാജ്യം ഒരു പടി മുന്നിലായി നമ്മളെക്കാളും. അത് പ്രൊപഗണ്ട വാർഫെയറിലാണ്. ഈ പ്രൊപഗണ്ട വാർഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഡേഞ്ചറാണ്. ഒരു കാര്യം തന്നെ 10-15 പ്രാവശ്യം പറയുമ്പോൾ അതിന് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഡിഫൻസ് ഫോഴ്സസ് ഈവൻ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞാൽ ശ്രമിച്ചത് എന്താണ്? അത് ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് കറക്റ്റ്, അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് കറക്റ്റ്. ഇത് നമ്മളുടെ രാജ്യത്തെ ജനങ്ങളെ കൺവിൻസ് ചെയ്യുകയാണ്. പക്ഷേ ലോകത്തോട് കൺവിൻസ് ചെയ്യാനായിട്ട് വളരെ അല്പം സമയമെടുക്കും. അതുകൊണ്ട് ആ പ്രൊപഗണ്ട വാർ എന്നുള്ളത് അവർ നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് കറക്റ്റാണ്. പിന്നെ ഇവിടെ നമ്മളും പ്രൊപഗണ്ട വാർ ചെയ്തു എന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം ഇൻ ബിറ്റ്വീൻ പറഞ്ഞു നമുക്ക് എന്തോ 2 പൈലറ്റിനെ കിട്ടിയെന്നോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇനി വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ നിറ്റിഗിറ്റീസ് ഓഫ് ദാറ്റ്. പക്ഷേ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, ഇവിടെ രണ്ടാമത്തെ ഇതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഉള്ളതുകൊണ്ട് അർത്ഥം വെക്കുന്നത് ഇറ്റ് വാസ് പ്യുവർലി എ ഡ്രോൺ വാർഫെയർ ആയിരുന്നു. ഈ ഡ്രോൺ വാർഫെയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യം, ഈ സമീപകാലങ്ങളിലൊന്നും ഈ ലെവലിൽ ഡ്രോൺ അറ്റാക്കുകളോ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഡ്രോണിനെ യൂട്ടിലൈസ് ചെയ്തൊരു ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ട് അടുത്ത ഒരു സ്റ്റെപ്പ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരു രാജ്യങ്ങൾക്കും ബാറ്റിൽ പ്രിപ്പയർഡ്നെസ്സിന് ഒരു അവസരം കിട്ടി എന്നുള്ളതാണ്. അത് ഹൗ മച്ച് പ്രിപ്പയർഡ് വി ആർ ഇൻ കേസ് ഓഫ് ആൻ അറ്റാക്ക് എന്നുള്ള രീതിയിൽ അത് വന്നു. അടുത്തത് വെപ്പൺ എഫിഷ്യൻസി. ആ എഫിഷ്യൻസി ആരുടെ എത്രത്തോളം എഫിഷ്യൻ്റാണ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, നെയ്ബറിങ് സ്റ്റേറ്റിലുള്ള ജനങ്ങൾ സ്വാഭാവികമായിട്ടും 71 ശേഷം ഇതുപോലെ 71 ഇത്രയും ഇല്ലായിരുന്നു ഈ ഈസ്റ്റേൺ സെക്ടറിൽ, ഇതുപോലെ വെസ്റ്റേൺ സെക്ടറിൽ ഇതുപോലെ ഒരു എയ്ഡ് ടു സിവിൽ അതോറിറ്റി അല്ലെങ്കിൽ സിവിൽ അതോറിറ്റിയുടെ കൺട്രോളിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തണം, അതുപോലെ സച്ച് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് വാർ ലൈക്ക് സിറ്റുവേഷൻ എങ്ങനെയാണ് ആൾക്കാർ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു റിഹേഴ്സൽ, ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ഇതിനകത്ത് വരുന്ന ഒരു കാര്യം ഡോക്ടർ അരുൺ
സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ പറയുള്ളൂ, അവരും അതേ പറയുള്ളൂ. ഒരു രാജ്യവും പരമാധികാരം, അതായത് നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് സോവറിൻ്റിയെ തൊട്ട് കളിച്ചുള്ള ഒരു കാര്യത്തിനും നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. അത് എല്ലാ രാജ്യങ്ങളും പറയുന്നത്, ഏത് വീക്ക് രാജ്യവും പറയും സോവറിൻ്റിയെ തൊട്ട് കളിച്ചൊന്നും നടക്കില്ല എന്ന്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു പ്ലസ് പോയിന്റ് മാത്രം ഞാൻ ഇതിനകത്ത് കാണുന്നു. ഐ ഡോണ്ട് നോ ഹൗ മച്ച് എഫക്റ്റീവ് ഇറ്റ് വിൽ ബി. ദാറ്റ് മീൻസ് എനി ടെറർ ആക്ട് വിൽ ബി കൺസിഡേർഡ് ആസ് എ വാർ. അത് മാത്രമാണ് ഒരു പ്ലസ് പോയിന്റ് ഇതിനകത്തൂടി ഞാൻ കാണുന്നത്. ബട്ട് അവിടെയും ഒരു ക്വസ്റ്റ്യൻ ഇത് ചെയ്യുന്നു, വാട്ട് കൈൻഡ് ഓഫ് ടെറർ ആക്ട്, വാട്ട് എക്സ്റ്റെൻറ്റ്. അതായത് ഒരു ടെറർ അറ്റാക്കിൽ ഒരാൾ കാശ്മീരിൽ കൊല്ലപ്പെടുകയാണ്, അല്ലെ രണ്ടുപേര് ഒരു ടെറർ അറ്റാക്കിൽ കൊല്ലപ്പെടുകയാണ്, വി വിൽ ഗോ ഫോർ എ വാർ? that question remains. And secondly, where terroristan will admit that they have done it. അപ്പോൾ അതൊരു that we have to think 10 times. We feel national pride, we feel swelling with the national pride and all, there is absolutely no doubt into it. But reality and practicabilityയിലോട്ടാണ് നമ്മൾ കടക്കേണ്ടത്. ഞാൻ തിരികെ വരാം. ഡേ ആഫ്റ്റർ ടുമാറോ ആണ് ഇതിന്റെ കണ്ടീഷൻസ് വരുന്നത്. അങ്ങയിലേക്ക് തിരികെ വരാം. നമുക്കൊപ്പം മുൻ സ്പെഷ്യൽ ഫോഴ്സ് എഞ്ചിനീയർ മേജർ വിജയ് ഭാർഗവ് ഉണ്ട്. മേജർ വിജയ് ഭാർഗവ്, ഇത് നേരിട്ട് ഈ ആർമികൾ തമ്മിൽ ഏറ്റുമുട്ടിയ, സേനകൾ തമ്മിൽ നേരിട്ട് ഫീൽഡിൽ ഏറ്റുമുട്ടിയ യുദ്ധമല്ല, പകരം ഇതൊരു ഡ്രോൺ വാർ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തീർച്ചയായിട്ടും ഷെല്ലാക്രമണങ്ങളെ ഇന്ത്യൻ സേന ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. ശക്തമായ ആ രീതിയിലുള്ള ഏറ്റുമുട്ടൽ, ഫയറിംഗ് നമ്മുടെ ബോർഡറിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഏറിയ പങ്കും ഡ്രോൺ ആക്രമണവും പാകിസ്ഥാൻ ഒരു പരിധിവരെ മിസൈൽ ആക്രമണവും നടത്തി അതിനെ നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തടുത്തിട്ടതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 1971 ശേഷം രണ്ടു കാര്യങ്ങളിൽ ഈ ഡ്രോൺ വാർഫെയർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു മിനി യുദ്ധമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതിനെ ഒരു സമ്പൂർണ്ണ യുദ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഏകദേശം അവന്തിപുര മുതൽ ഇങ്ങ് ഗുജറാത്തിലെ ഭുജ് വരെയുള്ള സെക്ടറുകളിൽ തുടർച്ചയായിട്ട് പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമണത്തെയും മിസൈൽ ആക്രമണത്തെയും അതിജീവിച്ചാണ് നമ്മൾ ഈ വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വെടിനിർത്തലിനെ കാണുന്നത്? കഴിഞ്ഞ 88 മണിക്കൂർ നീണ്ടുനിന്ന ഈ മിലിറ്ററി ഓപ്പറേഷൻസിനെ മേജർ വിജയ് ഭാർഗവ് എങ്ങനെയാണ് കാണുന്നത് സാങ്കേതികമായ പെർസ്പെക്റ്റീവ്? താങ്ക് യു ഡോക്ടർ അരുൺ. നമസ്കാരം. തീർച്ചയായും അതൊരു വളരെ വെൽക്കമിംഗ് ആയ ഒരു ഡിസിഷൻ തന്നെയാണ്. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മിലിറ്ററി കമ്പാട്രിയറ്റ്സ് നമ്മൾ ആക്ച്വലി ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബാലാകോട്ടിൻ്റെ ആ ഒരു ഇൻസിഡൻ്റാണ് ഓർമ്മ വന്നത്, 2019. ആ സമയത്ത് ഞാൻ രജോറിയിലായിരുന്നു. ആൻഡ് ഇതേ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മളും എക്സ്കലേഷൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. ആൻഡ് നല്ല എക്സ്കലേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, മൊബിലൈസേഷൻ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഒരു ഡീഎസ്കലേഷൻ വന്നു. ആൻഡ് യെസ്, ഒരു സോൾജറിന് അറിയാം എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഒരു വാറെന്ന്. ഒരു 1999 കഴിഞ്ഞിട്ട് നമുക്കൊരു വാർ ഉണ്ടായിട്ടില്ല, ഒക്കെ സ്കെർമിഷസേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ഇതും ഒരു ലോക്കലൈസ് സ്കെർമിഷ് നമുക്ക് പറയാം. ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ബട്ട് യെസ്, ഇതൊരു നല്ലൊരു ഡിസിഷൻ തന്നെയായിരുന്നു. ബട്ട് ദെൻ യെസ്, നമ്മളാണിത് ആക്ച്വലി ഡിക്റ്റേറ്റ് ചെയ്തത്. ആൻഡ് നമുക്കറിയാം, കമ്പയർഡ് ടു പാകിസ്ഥാൻ, ഇന്ത്യ ഒരു ഗൊലായത്താണ് അല്ലേ? ആൻഡ് പാകിസ്ഥാന് നമ്മളുടെ അടുത്ത് ഒരു സസ്റ്റെയിൻഡ് വാർ കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് നടക്കുന്ന അവരുടെ ഒരു കറണ്ട് എക്കണോമിക് സിറ്റുവേഷൻ ആണെങ്കിലും മിലിറ്ററി സിറ്റുവേഷൻ ആണെങ്കിൽ അവരെ കൊണ്ട് പറ്റില്ല. ബിക്കോസ് അവരുടെ ഒരു വെസ്റ്റേൺ ഫ്രണ്ടിലാണെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വരുന്നുണ്ട്. ഒരു 2 ഫ്രണ്ട് വാർ അവർക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ബട്ട് ദെൻ അവർക്ക് ഒരു വേൾഡ് സിനാരിയോ, ഒരു വേൾഡിലെ ബാക്കിയുള്ള കൺട്രീസിന് മുന്നിൽ അവർക്ക് എന്തെങ്കിലും കാണിക്കണമായിരുന്നു. ബിക്കോസ് വി അറ്റാക്ക് അവരുടെ പിൻ പോയിൻറ്റ്സ്, ടെററിസ്റ്റ് ക്യാമ്പ്സിന് നമ്മൾ പിൻ പോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു അസെൻഡൻസി കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യണമായിരുന്നു. പക്ഷേ അഗൈൻ നമ്മുടെ എയർ ഡിഫെൻസ് സിസ്റ്റംസ്, ആകാശ്, S-400, അതൊക്കെ മിസൈൽസിനെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, എല്ലാം നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. അപ്പോൾ ദെർ ഇൻ ഹാവ് മച്ച് ചോയ്സ്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയാം നമ്മൾ ഇനിയും കൂടുതൽ ഇന്ത്യയുടെ നിന്ന് അറ്റാക്ക് വരാൻ പോകുന്നുള്ളൂ. സോ ദേ ഹാഡ് ടു ഡൂ ദിസ്. പിന്നെ ഡോക്ടർ മോഹൻ പറഞ്ഞ പോലെ തന്നെ യെസ്, പ്രൊപ്പഗാൻഡ വാർഫെയർ അവരതിനകത്ത് ഭയങ്കര നല്ല എക്സ്പെർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം May 7th മുന്നേ അവരെ എക്സ് വരെ അവരുടെ പാകിസ്ഥാനിൽ ബാൻഡായിരുന്നു. അതിനുശേഷം അവർ എക്സ് ഓപ്പൺ ചെയ്തു ആൻഡ് ദ പ്രൊപ്പഗാൻഡ ഫ്ലറിഷ്ഡ് അല്ലേ? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് രാവിലെ ഞാൻ കണ്ടു നമ്മുടെ ഒരു പൈലറ്റിനെ, നമ്മുടെ എയർഫോഴ്സിൻ്റെ വിങ് കമാൻഡർ ശിവാനി ശർമ്മ, ഇഫ് ഐ എം നോട്ട് റോങ്, അവരെ പാകിസ്ഥാൻ ക്യാപ്ചർ ചെയ്തെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ
എയർക്രാഫ്റ്റ് നമ്മുടെ റഫാലൊന്നും നമ്മുടെ എയർ സ്പേസ് വിട്ട് പോയിട്ടില്ല. പിന്നെ ഡോക്ടർ മോഹൻ പറഞ്ഞ പോലെ എല്ലാം ഒന്ന് സർഫസ് ടു എയർ മിസൈൽസ് ആയിരുന്നു, ഐദർ ഷഹീൻ 2 ഓർ അബ്ദാലി 1, അതായിരുന്നു അവർ ഫയർ ചെയ്തത്. പിന്നെ ഡ്രോൺ ആയിരുന്നു ഫുള്ള്, അല്ലാണ്ട് വേറൊരു എക്യുപ്മെന്റ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തു. മാത്രമല്ല തുടക്കത്തിൽ അവർ പറഞ്ഞത് 5 റഫേലുകൾ അവർ വെടിവെച്ചിട്ടു എന്നാണ്. പക്ഷേ പിന്നീട് വളരെ കൃത്യമായി നമ്മളുടെ പ്രതിരോധ മന്ത്രാലയം വളരെ വ്യക്തമായി പറഞ്ഞു, പാകിസ്ഥാന്റെ ഒരു എയർ സ്പേസും നമ്മൾ വയലേറ്റ് ചെയ്തിട്ടേയില്ല, എല്ലാം ഇന്ത്യൻ മണ്ണിൽ നിന്ന്. മാത്രവുമല്ല 200, 300, 400 കിലോമീറ്റർ ഡിസ്റ്റൻസ് പോയി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന മിസൈലുകളാണ് ഇന്ത്യയിലുള്ളത്. സർഫസ് ടു എയർ മിസൈൽ ആണെങ്കിലും ശരി, എയർ ടു എയർ മിസൈൽ ആണെങ്കിലും ശരി, ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ എയർ സ്പേസ് നമുക്ക് ലംഘിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ ഈ എയർ സ്പേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാനിൽ ലാഹോറിന്റെ എയർഫീൽഡ് തന്നെ ക്രഷ് ചെയ്തത്. പിന്നീടാണ് അവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, ഈ ക്ലെയിമുകൾ ഉന്നയിക്കുന്നത്, ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ പ്രൊപ്പഗാൻഡ വാറിൽ ഏർപ്പെടുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നിലവിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു അൾട്ടിമേറ്റം വരുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ടെറർ അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ആക്ട് ഓഫ് വാർ ആയിട്ട് മാറും എന്ന ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രവുമല്ല തുടർച്ചയായിട്ടുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം, പ്രത്യേകിച്ച് റാവൽപിണ്ടിയിലെ അവരുടെ ഒരു എയർ ബേസ് തകർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ചക്ലിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട എയർ ബേസും തകർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതേപോലെ പാകിസ്ഥാന് ഹെവി ലോസാണ് സംഭവിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മളോടൊപ്പം വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞതും അത് തന്നെയാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്ത് വലിയ നഷ്ടം സംഭവിക്കുന്നുവെന്ന് പാകിസ്ഥാന് മനസ്സിലാവുന്നു. പാകിസ്ഥാൻ്റെ എയർ സ്പേസ് നമ്മൾ വയലേറ്റ് ചെയ്യാതെ തന്നെ ഇത്രയും സാധ്യമാകുന്നുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കനത്ത തിരിച്ചടി, ലൈൻ ഓഫ് കൺട്രോൾ കടന്നു വന്നാൽ അതെന്തായിരിക്കും എന്നുള്ളത് പാകിസ്ഥാന് ഒരു ഭയം ഉണ്ടായിരിക്കില്ലേ? അതായത് ഇതിൽ ഈ കോൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ DGMO ആണ്. അതിൽ നിന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്, മേജർ വിജയ് ഭാർഗവ്? അതെ, ഇതിന്ന് ഒന്നേ ഉള്ളൂ, പാകിസ്ഥാനിന് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഫുൾ ഫ്ലെഡ്ജ് വാർ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കുറച്ച് നഷ്ടങ്ങൾ വരും ഡെഫിനറ്റ്ലി. പക്ഷേ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം തന്നെ തകർന്നു പോകും. ഇപ്പോൾ നമ്മൾ വി ആർ ഓൺലി ടോക്കിംഗ് അബൌട്ട് എയർഫോഴ്സ് അല്ലേ, നേവി പിക്ചറിലേ വന്നിട്ടില്ല. നേവി വന്ന INS വിക്രാന്ത്, INS വിക്രമാദിത്യ ഒക്കെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ നേവൽ ആർക്കിടെക്ചർ വളരെ മോശമാണ്. അവർക്ക് കുറച്ച് സബ്മറീൻസ് അല്ലാണ്ട് വേറെ നമ്മുടെ പോലെ ഒരു എയർക്രാഫ്റ്റ് കാരിയറോ ഒന്നും അവരെടുത്തില്ല. അപ്പോൾ ടെക്നിക്കലി they will not be able to sustain a full-fledged war. അതുകൊണ്ടാണ് അവർ ഈ പ്രൊപ്പഗാൻഡയ്ക്ക് നേരിട്ടുള്ള 70% ഇന്ത്യയുടെ പവർ. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് പോയതിനു ശേഷം തിരികെ വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, പിരിമുറുക്കങ്ങൾ നിറഞ്ഞ 88 മണിക്കൂറാണ് കടന്നു പോകുന്നത്. ഏറെ ആശ്വാസകരമായ വാർത്തയാണ് നമ്മളത് കേൾക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ദരിദ്ര രാജ്യത്തിന് ഇനി അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവസാന നിമിഷം IMF-ൽ പോയി പാകിസ്ഥാൻ കേണപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ രാജ്യം പട്ടിണിയിലായി പോകും എന്നുവരെ പറഞ്ഞാണ് $1 ബില്യൺ ധനസഹായം IMF-ൽ നിന്ന് ഏറെക്കുറെ ഉറപ്പാക്കിയിരിക്കുന്നത്. ഇന്ത്യ അതിനെ ശക്തമായി എതിർത്തെങ്കിലും IMF $1 ബില്യൺ കൊടുക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏകദേശം ധാരണയായിരിക്കുന്നു. അപ്പോൾ സാമ്പത്തികമായി ദാരിദ്ര്യം നേരിടുന്ന പാകിസ്ഥാൻ, ഒരു ഭാഗത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശക്തമായ സമ്മർദ്ദം, പാകിസ്ഥാൻ മീഡിയ നിഷേധിക്കുന്നുണ്ടെങ്കിലും BLA 20ഓളം സൈനികരെ വധിച്ചു കഴിഞ്ഞു. 39ഓളം സ്പോട്ടുകളിൽ പോലീസും പാകിസ്ഥാൻ ആർമിയും ബലൂചിസ്ഥാൻ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. ഇമ്രാൻഖാൻ്റെ ഭാഗത്തു നിന്ന്, തെഹ്രീക്ക് ഇൻസാഫിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധം തെരുവുകളിൽ കാണുന്നു. അങ്ങനെ പാകിസ്ഥാൻ അകമേ നിന്ന് സ്വയം ദുർബലമാവുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധത്തിൻ്റെ കരുത്ത് പാകിസ്ഥാൻ അറിയുന്നത്. ഒരുപക്ഷേ ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്താൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത് ഈ ഘടകങ്ങൾ കൂടിയാകുമോ, ഡോക്ടർ ഫസൽ ഗഫൂർ? അതായത് പണ്ട് ഗുരു ഗോവിന്ദ് സിംഗ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പറഞ്ഞത് 1.25 लाख ലഡമാണ്. അതായത് ഇപ്പോൾ അവരുടെ 1.25 ലക്ഷം ആൾക്കാർക്ക് നമ്മളൊരാൾ മതി. അത് ഗുരു ഗോവിന്ദ് സിംഗ് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഏറ്റവും സന്തോഷവാനാണ്. കാരണം എന്താ പറയുക, നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ്റെ, ഒരു ഭാരതീയൻ്റെ രക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പാകിസ്ഥാനികളുടെ രക്തത്തിന് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ. ഒരാളുടെ രക്തം ചിന്താൻ പാടില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു യുദ്ധമാണ്. കാരണം ആരും ബോർഡർ കടക്കുന്നില്ല, മനസ്സിലായില്ലേ? നമ്മൾ ബോർഡറിന് കടക്കാതെ തന്നെ അവരെ പരാജയപ്പെടുത്തി എന്നുള്ളത് ഏറ്റവും വലിയ സംഭവമാണ്. പിന്നെ ഉള്ളൊരു കാര്യം, നമ്മൾ അവരെ മാത്രമല്ല പരാജയപ്പെടുത്തിയിട്ടുള്ളത്, നമ്മൾ ചൈനേനെ പരാജയപ്പെടുത്തി. എന്താ വെച്ചാൽ ചൈന ഇതിലൊരു പ്രോക്സി വാർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, അവരുടെ മുൻനിര, മനസ്സിലായില്ലേ, മറ്റേ മിസൈൽ
ഇത് എയർഡോം അല്ല എന്നാലും അത്തരത്തിലുള്ള ഒരു കവചം സൃഷ്ടിച്ചു നോക്കി. നമ്പർ 2 അവരുടെ J-10 ഫൈറ്റർ, അത് നമ്പർ 1 ഫൈറ്റർ ഇതിൽ പെട്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാം ഫോർത്ത് ഇതിലുള്ള വരുന്ന ഫൈറ്ററാണ് J-17 JF-17 ജോയിൻറ്റ് ഫൈറ്റർ. അതൊക്കെ റഫാലിനൊക്കെ തുല്യമാണെന്ന് അവർ ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്ന സംഭവങ്ങളാണ്. അതൊന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അവിടെ വീണോ ഇവിടെ വീണോ എന്നുള്ള വിഷയങ്ങളല്ല. പിന്നെ അതിലേറ്റവും വലിയ സംഭവം നേരത്തെ പറഞ്ഞ തന്നെയാണ്, അതിൽ നമ്മുടെ ചില മീഡിയകളും ഉണ്ടായി, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഈ യൂട്യൂബുകാർ ഒരാളെ പിടിച്ച് അകത്താക്കിയല്ലോ. അകത്താക്കിയെന്ന് വെച്ചാൽ ആ യൂട്യൂബൊക്കെ എടുത്ത് തോട്ടിലെറിഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെൻറ്. അവരാണല്ലോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 5 വിമാനങ്ങൾ വീഴ്ത്തിയെന്ന് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ പോലും പറയാത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, മനസ്സിലല്ലേ? ഞാൻ പാകിസ്ഥാൻ പാർലമെൻറ്റിൻ്റെ ചില പ്രൊസീഡിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ തന്നെ സറണ്ടർ ചെയ്യണം. അവരുടെ ഓരോ ഡയലോഗ് കേട്ടാൽ, പണ്ട് സുൽഫിക്കർ അലി ഭൂട്ടോ പാർലമെൻറ്റിൽ കയറി പറഞ്ഞ് വി വിൽ കണ്ടക്ട് 1000-year വാർ എന്ന്. ആ പറഞ്ഞ സുൽഫിക്കർ അലി ഭുട്ടോ തന്നെ 1971 കാണേണ്ടി വന്നു. പകുതി പാകിസ്ഥാൻ പോവുകയും 93,000 സൈനികരെ നമ്മൾ തടവിലാക്കുകയും ചെയ്തു. പക്ഷെ നമ്മുടെ മഹാത്മ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 93,000 സൈനികരെ നമ്മൾ തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്, മനസ്സിലല്ലേ? ഇപ്പോൾ തന്നെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്ക ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന്. അത് ഏറ്റവും വലിയ വിജയമാണ്. ട്രംപ് പറഞ്ഞെന്താണ്, അതിവർ തമ്മിൽ ദശാബ്ദങ്ങളായിട്ട് അല്ല നൂറ്റാണ്ടുകളായിട്ട് ഇവർ തമ്മിൽ യുദ്ധമുണ്ട്, നമ്മളായാലൊന്നും പോയി ഇടപെടണ്ട. ഫോർട്രസ് അമേരിക്ക എന്ന് പറഞ്ഞാൽ ഫോർട്രസിൽ തന്നെ അമേരിക്ക നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ മിലിറ്ററി വ്യക്തികളുള്ളതുകൊണ്ട് നിങ്ങൾക്കറിയാം, ഫോർട്രസ് അമേരിക്കയല്ലേ. പേൾ ഹാർബറിൽ ബോംബ് ജപ്പാൻ കൊണ്ടുവന്നിട്ടിപ്പോൾ, മനസ്സിലായില്ലേ? ജാപ്പനീസ് പ്ലെയിനുകൾ, മനസ്സിലായില്ലേ, ആക്രമിച്ച് തകർക്കണ വരെ അവർ 2ാം ലോക മഹായുദ്ധത്തിൽ നോക്കിയെന്നൊരു ശക്തിയാണ്. അവർക്ക് പരിക്കുപറ്റിയപ്പോൾ മാത്രമേ അവർ ഇടപെട്ടിട്ടുള്ളൂ. ഏതായാലും അവരെ കൊണ്ട് ഇടപെടിക്കേണ്ടി വന്നില്ല. ചൈന അവസാനം എന്താ പറയണമെന്നറിയോ? ചൈന ലാസ്റ്റ് ഞാൻ കണ്ട റിപ്പോർട്ട് അനുസരിച്ചിട്ട് ചൈനയും പറയണത് നമുക്കൊരു ഒത്തുതീർപ്പിലോട്ട് പോകണമാണ് നല്ലതെന്ന്. അതുകൊണ്ട് ഈ ചൈനയുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മിലിറ്ററി ഫോഴ്സ്, ഞാനതിനെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വിളിക്കാനുള്ള കാരണമുണ്ട്. അതിൽ പകുതി റഷ്യനാണ്, പകുതി ചൈനയിൽ ഉണ്ടാക്കിയതാണ്, പകുതി കട്ടുണ്ടാക്കിയതാണ് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്, ഇവരുടെ ഈ ജോയിൻറ്റ് ഫൈറ്റർ പ്രോജക്റ്റൊക്കെ. അപ്പോൾ ആ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്തമൊന്നും ചിന്തിയില്ല. വളരെ കുറച്ച് മാത്രമേ കാഷ്വാലിറ്റീസ് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അതേസമയം ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ വലിയൊരു വിജയം നേടി. പിന്നെ നമ്മൾ അങ്ങനെ പ്രൊപ്പഗാൻഡ അൽ ജസീറ പറഞ്ഞോന്നും അല്ല, അതിലൊന്നും കാര്യമില്ല. കാരണം നമ്മളിത് ഫോളോ ചെയ്ത് നോക്കുമ്പോൾ വെസ്റ്റേൺ മീഡിയ ഞാനും ഫോളോ ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ മീഡിയ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അവരും വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല അങ്ങനെ ഇന്ത്യയുടെ പരിക്ക് പറ്റിയെന്നോ അല്ല ഇവരുടെ പരിക്ക് പറ്റിയ. ന്യൂയോർക്ക് ടൈംസിലൊക്കെ ചില റിപ്പോർട്ടുകൾ അൺസ്പെസിഫൈഡ്, അത് ഇവിടെ നമ്മുടെ ഒരു സാമുവൽ ഉണ്ട്, അദ്ദേഹത്തിന് മാത്രമല്ലേ റിപ്പോർട്ടുകൾ കിട്ടുന്നുള്ളൂ ഒറിജിനലായിട്ട്, മനസ്സിലായി? ബാക്കി ആർക്കും കിട്ടുന്നില്ല. സാമുവൽ ന്യൂസിന് മാത്രമേ ഇതൊക്കെ കിട്ടുന്നുള്ളൂ, ന്യൂയോർക്ക് ടൈംസിലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് ഈ മനസ്സിലല്ലേ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു പരിക്കേൽപ്പിച്ചു. മാത്രമല്ല ഒരു വാണിംഗ് കൂടെ നേരത്തെ നമ്മുടെ ഡോക്ടർ അരുൺ പറഞ്ഞ മാതിരി എനി അതർ ആക്ട് ഓഫ് ടെറർ ഈസ് വാർ എന്ന് പറഞ്ഞു, മനസ്സിലല്ലേ? എനി അതർ ആക്ട് ഓഫ് ടെറർ വിൽ ബി കൺസിഡർഡ് ആസ് അൺഡിക്ലെയർഡ് വാർ. അവിടെ വാർ ഡിക്ലറേഷൻ ആവശ്യം ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല ഡോക്ടർ ഫസൽ ഗഫൂർ, ഒരു കാര്യം നേരത്തെ മോഹൻപിള്ള സൂചിപ്പിച്ചൊരു കാര്യമാണ്, എനിക്ക് താങ്കളുടെ ഒരു അഭിപ്രായം കൂടി ഇതിൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. താങ്കൾ ഈ പ്രദേശങ്ങളിലൊക്കെ പലയിടങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള ആളാണ്, താങ്കൾ അവിടെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഡോക്ടർ ഫസൽ ഗഫൂർ കാശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിലാണെങ്കിൽ മാത്രം കേട്ട് പരിചയമുണ്ടായിരുന്ന ഈ ഷെല്ലാക്രമണത്തിൻ്റെ വാർത്തകൾ ഇന്നിപ്പോൾ 4 സ്റ്റേറ്റുകളാണ് തുടർച്ചയായിട്ട് പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തത്. കാശ്മീർ മാത്രമല്ല, തുടർച്ചയായിട്ട് പഞ്ചാബിലേക്ക്, അമൃത്സറിലേക്ക്, ജയ്സാൽമീറിലേക്ക്, രാജസ്ഥാൻ്റെ ജയ്സാൽമീറിലേക്ക്, പഞ്ചാബിലെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക്, അമൃത്സറിലേക്ക്, ഫിറോസ്പൂരിലേക്ക് നിരന്തരം ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ രാജസ്ഥാൻ്റെ ജയ്സാൽമീറിലേക്ക്, ബാർമറിൽ നിന്നൊക്കെ ഇന്ന് എടുത്തുകൊണ്ട് പോകുന്ന വലിയ മിസൈലിൻ്റെ ചിത്രങ്ങൾ നമ്മളിന്ന് പുറത്തുവിട്ടു. ANAയുടെ ദൃശ്യങ്ങൾ, വലിയ മിസൈലുകൾ അതേപടി വന്ന് ലാൻഡ് ചെയ്യുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മളത് നിർവീര്യമാക്കുന്നു. പാടങ്ങളിൽ മിസൈലുകളും ഡ്രോണുകളും തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അല്പസമയം മുമ്പ് ആ ദൃശ്യങ്ങൾ കാണിച്ചു. ഒരിക്കൽ കൂടി ഞാനത് പ്രേക്ഷകരെ കാണിക്കാം. ഏതൊക്കെയാണ് ആ മിസൈലുകൾ തകർന്നു കിടക്കുന്നതിൻ്റെ വിഷ്വൽസ് പ്രേക്ഷകരെ കാണിക്കാം. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ എങ്ങനെ പെരുമാറണം? സൈറൺ മുഴങ്ങുന്നു, കൃത്യമായ ആളുകൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ആ രീതിയിൽ വലിയ സിവിലിയൻ കാഷ്വാലിറ്റി നമ്മുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പാകിസ്ഥാൻ നമ്മുടെ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി വിട്ട ഡ്രോണുകളോ മിസൈലുകളോ സിവിലിയൻ കേന്ദ്രങ്ങളിൽ പതിച്ചൊരു കാഷ്വാലിറ്റിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷെല്ലാക്രമണത്തിൽ നമുക്ക് ചില ജീവൻ നഷ്ടപ്പെട്ടു, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ
ആ ഒരു മിലിറ്ററി പ്രിപ്പയർനെസ് എങ്ങനെയാണ് ഈ സിവിൽ ഡിഫൻസ് സിസ്റ്റം ഒരുങ്ങുന്നത് എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. ആ അർത്ഥത്തിൽ നമ്മളെ 1971 ശേഷം ജനിച്ച സമൂഹത്തിന് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കൂടി ഈ ഡ്രോൺ വാർഫെയർ സമ്മാനിച്ചിട്ടുണ്ട് അല്ലേ ഡോക്ടർ ഫസൽ ഗഫൂർ? അതെ, അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 1971 യുദ്ധത്തിൽ അതിൽ നമ്മൾ പറയാറുണ്ട് ഫ്ലോട്ടിംഗ് വാട്ടർ അല്ലെങ്കിൽ ഇതിൽ തിയറി എന്ന് പറഞ്ഞുകൊണ്ട് എൻസർക്കിൾ ചെയ്തത് പാകിസ്ഥാൻ്റെ വലിയ സിറ്റികൾ പ്രത്യേകിച്ച് ഡാക്ക എൻസർക്കിൾ ചെയ്തിട്ട് ആ ഒരു സ്ട്രാറ്റജി ഇന്ത്യ ഉപയോഗിച്ചു. ഫ്ലോയിങ് വാട്ടർ തിയറി എന്ന് പറഞ്ഞിട്ട് അന്ന് സാം മനക്ഷ ആയിരുന്നല്ലോ, ജഗ്ജിത് സിംഗ് അറോറയും സാം മനക്ഷയൊക്കെ. അതേമാതിരി ഇത് വേറെ സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലെയിനുകളും മറ്റുള്ള മിസൈലുകളും ലോഞ്ചേഴ്സൊക്കെ ഇന്ത്യൻ ഭൂമിയിൽ തന്നെ നിൽക്കുന്നു. അതേസമയം നമ്മൾ ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ അവിടെ അറ്റാക്ക് ചെയ്തു. നമുക്കിതൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീനഗർ എയർപോർട്ട് ഇവർ തകർത്തിട്ടുണ്ടെങ്കിൽ, ഭുജ് എയർപോർട്ട് ഇവർ തകർത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഇന്ത്യയുടെ കാര്യപ്പെട്ട ജലന്ധറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എയർപോർട്ടുകളൊക്കെ തകർത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ വലിയ ജനക്കൂട്ടമുള്ള സ്ഥലമാണല്ലേ. പാകിസ്ഥാനന്മാരി ബലൂചിസ്ഥാനന്മാരി ജനങ്ങളില്ലാത്ത സ്ഥലമൊന്നുമല്ല. ഇവിടെ തകർത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല. ഞാൻ ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. 1965 യുദ്ധത്തിൽ ഇവർ വലിയ പ്രൊപ്പഗാൻഡ ചെയ്തു. എന്താണെന്നറിയോ, കറാച്ചിയിൽ നിന്ന് ഒരു പ്ലെയിൻ വന്നിട്ട് കൊച്ചിയിൽ ബോംബിട്ടെന്ന്. അന്ന് ഇത് എനിക്ക് വ്യക്തമായിട്ട് എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാൻ കൊച്ചുകുട്ടിയാണ്. ഞാൻ 65 വാറിലും 71 വാറിലും 62 വാറും ഒക്കെ ഞാൻ ചെറുപ്പകാലത്ത് വീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. വീക്ഷിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് പത്രമല്ലേ ഉള്ളൂ, അതിലൂടെ പോയി വന്ന് മനസ്സിലാക്കുന്നത്, മനസ്സിലായി. അപ്പോൾ ആ നിലക്ക് അന്ന് കൊച്ചിയിൽ ബോംബിട്ടെന്ന് ഇവർ പ്രൊപ്പഗാൻഡ ഇട്ട്. എവിടെ കൊച്ചിയിൽ എവിടെ ബോംബിട്ട് എന്തോ ഒരു കുഴി കണ്ടെന്നാണ് പറയുന്നു, മനസ്സിലായില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ ഈ ജോസഫ് ജീബൽസിൻ്റെ കൂടെ ശിഷ്യന്മാരാണല്ലോ ഇവരൊക്കെ പ്രൊപ്പഗാൻഡയുടെ കാര്യത്തിൽ, മനസ്സിലായോ. അപ്പോൾ ആ നിലക്ക് ഇവർ തൊടുത്തു വിട്ടിട്ടുള്ള പ്രൊപ്പഗാൻഡ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ മറ്റുള്ള ഗാർഡിയനോ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെയൊക്കെ ഹെഡിങ്ങൊക്കെ നോക്കുന്നു, മനസ്സിലായില്ലേ. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു വിജയം പാകിസ്ഥാൻ ഉണ്ടായതായിട്ട് അറിയില്ല. മാത്രമല്ല ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നമുക്ക് തന്നെ അറിയാം, അസർബൈജാനും അല്ലെങ്കിൽ അങ്ങനെ മറ്റേ തുർക്കി അല്ലാതെ ബാക്കി 57 രാഷ്ട്രങ്ങളുണ്ട്. ആ 57 രാഷ്ട്രങ്ങളിൽ ഒരു രാഷ്ട്രം പോലും അവർക്ക് അനുകൂലമായിട്ട് നിന്നിട്ടില്ല. സൗദി അറേബ്യ ഇതിൽ ഉടനെ യുദ്ധം നിർത്തണമാണോ പറഞ്ഞത്. മാത്രമല്ല മുമ്പ് ഒറ്റ കാര്യം കൂടെ, മുമ്പ് റിപ്പോർട്ടറിൽ പറഞ്ഞ മാതിരി ഒരു രസമുണ്ട്. ഞാൻ ഇന്നലെ ദുബായിക്ക് പോകേണ്ടതായിരുന്നു. ഞാൻ ദുബായിക്ക് ഒരു ദിവസം വൈകിച്ചു. എൻ്റെ കൂടെയുള്ള MES സംഘം ഇപ്പോൾ ദുബായിൽ പോയി. അതുകൊണ്ട് നമ്മുടെ എയർഫീൽഡുകളിലൊന്നും പറ്റിയിട്ടില്ല. ആകെ നമ്മൾ ശ്രീനഗർ, ഡൽഹി ഇവിടെയൊക്കെ ഉള്ള കുറച്ച് ഫ്ലൈറ്റുകൾ 37 എയർപോർട്ട് മാത്രമേ നമ്മൾ ഇതാക്കിയിട്ടുള്ളൂ. ബാക്കി ഇന്ത്യയിലെ സിവിൽ ഏവിയേഷനൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടക്കണമെന്നേ. ഇന്ന് വരെ കാലിക്കറ്റിലും ട്രിവാൻഡ്രത്തും ഒക്കെ ഫ്ലൈറ്റുകൾ ഗൾഫിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് വരെ ഒരു നഷ്ടമില്ലാതെ ഉള്ള ഒരു യുദ്ധമാണ് നടന്നിരിക്കുന്നത്. കറക്റ്റ്. ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മോഹനൻ പിള്ള, നോക്കൂ, ഈ ചില ദൃശ്യങ്ങൾ നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കണം. പാകിസ്ഥാൻ്റെ ആക്രമണത്തെ നമ്മളുടെ പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് തകർത്തത്, എന്താണ് പാകിസ്ഥാൻ ചെയ്തത് എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഇത് സിർസയിലെ ഒരു ഫീൽഡാണ്, ഒരു വീറ്റ് ഫീൽഡാണ്. സിർസ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു എയർബേസ് ഉള്ള സ്ഥലമാണ്, ഹരിയാനയിലാണ്, ദില്ലിയിൽ നിന്ന് അധികം ദൂരെയല്ല. അപ്പോൾ സിർസയിൽ പാകിസ്ഥാൻ്റെ ഒരു മിസൈലിൻ്റെ അവശിഷ്ടം ഇന്ന് കണ്ടെത്തിയിരുന്നു. ഈ കാണുന്നത് സിർസയിലെ പാടത്ത് വീണ് കിടക്കുന്ന ഒരു മിസൈലിന്റെ അവശിഷ്ടമാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിട്ട മിസൈലാണ്. ഓർമ്മിക്കണം, സിർസ എന്ന് പറയുന്നത് ദില്ലിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിലെ ഒരു എയർബേസ് സ്റ്റേഷൻ കൂടിയാണ്. അതേപോലെ ജയ്സാൽമീറിലെ എയർബേസ് സ്റ്റേഷനിന് സമീപത്തേക്ക് വന്ന രാജസ്ഥാനിലെ ഒരു പ്രൊജക്റ്റൈൽ എന്നാണ് ANA റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു മിസൈലിൻ്റെ ഭാഗമോ അഥവാ ഡ്രോണിൻ്റെ ഭാഗമോ ആണ് ഇന്ന് അവിടുത്തെ ഫീൽഡിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ANAയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതേപോലെ കച്ച് ഗുജറാത്ത് മേഖലയിൽ ഡ്രോണിൻ്റെ ഇതുവരെയും ഒരു ആക്രമണം നടക്കുമ്പോൾ ഒരു പക്ഷേ രാജസ്ഥാനിൽ, അതല്ലെങ്കിൽ പഞ്ചാബിൽ, അതല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ, ഇത് ഗുജറാത്തിലെ കച്ച് മേഖലയിലേക്ക് ഡ്രോണുകൾ അയക്കുകയും അത് കച്ചിലെ ഒരു പാഡി ഫീൽഡിൽ കിടക്കുന്നതിൻ്റെ, ഒരു വീറ്റ് ഫീൽഡിൽ കിടക്കുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഈ ചിത്രത്തിലൂടെ കാണുന്നത്. ഇതൊരു ഡ്രോൺ അവശിഷ്ടമാണ്. അതേപോലെ പഞ്ചാബിൽ അമൃത്സറിൽ കിടക്കുന്ന ഡ്രോണിൻ്റെ വിഷ്വൽസാണ് ഇത് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ഡ്രോണുകളൊന്നും തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് അവയെ പ്രതിരോധിക്കാൻ സാധിച്ചിരുന്നു. ഇത് ജലന്ധറിൽ വീണ് കിടക്കുന്ന മിസൈലിൻ്റെ അവശിഷ്ടങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതും ജലന്ധറിലെ ജനവാസ മേഖലയിലേക്കും എയർപോർട്ട് ലക്ഷ്യമാക്കിയുമാണ് പാകിസ്ഥാൻ അയച്ചത്. പക്ഷേ നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെ തകർത്തു. ഇത് ജമ്മു കാശ്മീർ
പഞ്ചാബിലെ RS പുരയിലെ ഡ്രോണിൻ്റെ വിഷ്വൽസ് ആണ് അവിടെയുള്ള ഈ പൗരന്മാർ അത് തകർന്നു വീണതിന് ശേഷം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് ബാർമറിലുള്ള രാജസ്ഥാനിലെ പ്രൊജക്റ്റിലെ അവശിഷ്ടങ്ങളാണ്. പിന്നീട് ഇവിടെ നിന്നും വലിയ ഒരു മിസൈൽ പാർട്ട് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് ബിഷ്ണ ജമ്മു കാശ്മീരിലുള്ള മിസൈലിൻ്റെ ഭാഗമെന്ന് സംശയിക്കുന്നൊരു ഭാഗമാണ്. ഇത് പിന്നീട് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഹൈ സ്പീഡ് മിസൈലാണ് എന്ന്. ജലന്ധർ പഞ്ചാബിലെ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് അവർ അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും നമുക്ക് തകർക്കാൻ സാധിച്ചു. ഈ ദൃശ്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് ഇതൊന്നും ലക്ഷ്യസ്ഥാനത്തെത്താതെ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചു. നമ്മളുടെ വ്യോമ പ്രതിരോധ ശേഷി പാകിസ്ഥാന് മനസ്സിലായി. പക്ഷേ എൻ്റെ ഒരു സംശയം ഡോക്ടർ മോഹനൻ പിള്ള, അങ്ങൊരു ഡിഫൻസ് എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ചൈനയുണ്ടാവുമല്ലോ പിന്നണിയിൽ. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റായി ചൈന ഇതിനെ കണക്കാക്കുന്നുണ്ടോ? കാര്യം ഇന്നലെ പ്രതിരോധ വൃത്തങ്ങൾ നൽകിയ പ്രസ് ബ്രീഫിങ്ങിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പല ടർക്കിഷ് ഡ്രോണുകളും ഈ സോങ്കർ ഡ്രോണാണ് അവർ ഉപയോഗിക്കുന്നത്. അത് ഇന്ത്യയിലെ പ്രതിരോധ സംവിധാനം എങ്ങനെയുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമായിട്ട് കൂടി അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ചൈനയെ സംബന്ധിച്ചും ഇത് ഒരു ടെസ്റ്റ് സ്റ്റഡി ആയിട്ട് മാറുമോ എന്നുള്ളതാണ് ഒരു ആശങ്ക. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നത് അതാണ്. പാകിസ്ഥാൻ ആ കരുത്തറിഞ്ഞു, നമ്മുടെ ആകാശത്തിൽ വിള്ളൽ വീഴ്ത്താൻ അവർക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു കൺസേൺ വരേണ്ടതുണ്ടോ ഡോക്ടർ മോഹനൻ പിള്ള? ഡോക്ടർ അരുൺ, ഒരു ബാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കൺട്രി മാത്രമല്ല ഇതിനെ ഉറ്റുനോക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ വെപ്പൺ സപ്ലൈ ചെയ്തിട്ടുണ്ടോ ആ എല്ലാ രാജ്യങ്ങളും അവരുടെ വെപ്പണിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയായിട്ടാണ് ഈ ബാറ്റിൽ ഫീൽഡിനെ കാണുന്നത്, അല്ലെങ്കിൽ അറ്റാക്കിനെ കാണുന്നത്. ഇപ്പം നമ്മൾ എന്താണ്, ഞാൻ എല്ലാ ചർച്ചകളിലും ആദ്യം മുതൽ തന്നെ പറയുന്നത്, നമ്മൾക്കൊരിക്കലും റഷ്യ തന്നിട്ടുള്ള ആ ക്രെഡിറ്റ്, റഷ്യയുടെ ക്രെഡിറ്റ് നമുക്ക് ഇപ്പോഴും ഈ നിമിഷത്തിലും മറക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഇതിനു മുമ്പുണ്ടായ ഈ മൊബൈലൈസേഷനിൽ 2001 പരാക്രം നടക്കുമ്പോൾ ഞാൻ അന്നേരം മിയാൻഡർ സെക്ടറിലാണ്. ആ സമയത്ത് നമുക്കെല്ലാം ഉള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വി ഗോട്ട് എഫിഷ്യൻറ്റ് വെപ്പൺ. ഒരു സോൾജിയറിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യം തരുന്നത് അവൻ്റെ കയ്യിലുള്ള CT ഓപ്പറേഷൻ CI ഓപ്സ് ആണെന്നുണ്ടെങ്കിൽ അഡിക്വേറ്റ് ആമിനേഷൻ, അതുപോലെ ഒരു AK-47 കയ്യിലുണ്ടെങ്കിൽ അതാണ് ഒരു ധൈര്യം, അല്ലാതെ മറ്റൊന്നുമല്ല. അതുപോലെ തന്നെ നമുക്ക് എഫിഷ്യൻറ്റ് വെപ്പണറി ഉണ്ടാകും എന്നുള്ളതാണ് ബാക്കിലുള്ള ഇത്. പക്ഷേ ഇത് ഒരു പക്ഷേ ഡോക്ടർ ഫസൽ ഗഫൂർ റൈറ്റ്ലി പോയിൻറ്റഡ് ഔട്ട്, അത് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് ശരിയല്ല. ബിക്കോസ് അറ്റ് ദിസ് ജംഗ്ഷർ നമ്മൾ ഒരു കാരണവശാലും ചൈനയെ ഡയറക്റ്റ് ഇതിനകത്തോട്ട് വലിച്ചഴക്കേണ്ട കാര്യമില്ല. പക്ഷേ പറയാതെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ എയർ ഡിഫൻസ് സിസ്റ്റം ചൈനയുടേതാണെന്ന് ടെററിസ്ഥാനും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിരുന്നോ അല്ലയോ എന്നുള്ളത് ലോകം കണ്ടു കഴിഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. അതാണ് ഇതിനെ ഈ ഡ്രോണിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ തുർക്കിഷ് ഡ്രോൺ എന്ന് പറഞ്ഞത് അത് സാധാരണഗതിയിൽ ഈ മിലിറ്റൻസി റേസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഏത് വാർഫെയർ ഏത് രാജ്യങ്ങൾ നടത്തിയാലും തുർക്കി അതിനകത്ത് ഡയറക്റ്റ് വരും എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനകത്ത് ഒരു അതിശയോക്തിയുമില്ല. അത് നമ്മളല്ല. പിന്നെ രണ്ടാമത് വീണ്ടും ഞാൻ പറയുന്നു, ഇൻ ഫ്യൂച്ചർ ഇതുകൊണ്ട് വരുന്നത് വീണ്ടും ഈ ഒരു സ്റ്റാൻഡ് ഓഫ് നോട്ട് ഓൺലി ബിറ്റ്വീൻ ഈ ടെററിസം ആൻഡ് ഇന്ത്യ ബട്ട് എനി അതർ കൺട്രി, ഒരു ഇനിഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ഈ ഡ്രോൺ വാർഫെയർ തന്നെയായിരിക്കും. പിന്നെ ഇത് കൂടാതെ തന്നെ ഈ വാർഫെയറിന് ഞാൻ പറയുന്നത് ഇത് ഒരു എന്താ പറയുക ഹൈബ്രിഡ് വാർഫെയർ എന്ന് പറയാം ഡോക്ടർ അരുൺ. ഹൈബ്രിഡ് വാർഫെയർ ബിക്കോസ് കൺവെൻഷണൽ വേയിൽ നമ്മൾ കംപ്ലീറ്റ് സ്ട്രാറ്റജി അറേഞ്ച് ചെയ്യും. കൺവെൻഷണൽ വേയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദ ലേറ്റസ്റ്റ് ടെക്നോളജി, ദാറ്റ് ഈസ് വാട്ട് ഞാൻ ഹൈബ്രിഡ് എന്ന് യൂട്ടിലൈസ് ചെയ്തത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മീൻ ടു സേ. അപ്പം അതനുസരിച്ചിട്ട് അതിൽ ഈ ഹൈബ്രിഡ് വാർഫെയറിലും അല്ലെങ്കിൽ ഡ്രോൺ വാർഫെയറിലും ഡിഫെൻസീവ് സിസ്റ്റത്തിലും നമ്മൾ അങ്ങേയറ്റം സക്സസ് ആയി എന്ന് 100% പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇൻ ഫ്യൂച്ചർ ദേ വിൽ ബി വെരി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. പിന്നെ അരുൺ പറഞ്ഞ ഈ ഈ ലൊക്കേഷൻസ് ഉണ്ട്. സിർസയാണെങ്കിലും അതുപോലെ തന്നെ അമൃത്സർ ആണെങ്കിലും ഈവൻ കച്ച് ആണെങ്കിലും ഓർ രഞ്ജിത് സിംഗ് പുര RS പുര ആണെങ്കിലും ഇവർ
എയർ അറ്റാക്ക് തന്നെ നടത്താറുള്ളൂ. റെസ്റ്റ് ഓഫ് ദ പ്ലേസസ് രജൗരി പൂഞ്ച് സെക്ടർ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഷെല്ലിങ്ങേ നടക്കാറുള്ളൂ. അതുതന്നെയാണ് നടന്നതും, അതിനകത്ത് യാതൊരു ചേഞ്ചും ഇല്ല. ഇൻ ഫ്യൂച്ചർ ഓൾസോ ദ സെയിം തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇവിടെ പഞ്ചാബിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലായ്പ്പോഴും വളരെ കെയർഫുൾ ആണ്. സിർസ എന്ന് പറയുന്നത് നോട്ട് സോ ക്ലോസ് ടു ഡൽഹി, ബട്ട് ഇറ്റ് ഈസ് ക്ലോസ് ടു ബഠിണ്ട. അത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ബഠിണ്ട എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഡിഫൻസ് ഫോഴ്സസിൻ്റെ ഒരു മെയിൻ ഏരിയ തന്നെയാണ്. ഒരു പക്ഷേ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു റെയിൽവേ ജംഗ്ഷനാണ്. അറൗണ്ട് 9 സ്ഥലത്തോട്ട് ട്രെയിൻ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു ജംഗ്ഷനാണ് ഈ ബഠിണ്ട എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഈ 9 സ്ഥലവും എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ബോർഡർ ലൊക്കേഷനിലോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്, അതിൻ്റെ ജംഗ്ഷനാണത്. അപ്പം ഈ ബഠിണ്ട, സിർസ അല്ലെങ്കിൽ അമൃത്സർ ഇവിടെയൊക്കെ അവരുടെ മെയിനായിട്ടുള്ള, കച്ചിലും ജനറലി ഗുജറാത്തിൽ കറാച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ഉള്ളത് ജാംനഗർ, കച്ച് ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരവിടെ ആക്ടിവിറ്റി നടത്തും. ഇതുകൊണ്ട് നമ്മൾ ലെസൺ ലേൺഡ്, അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് പാഠം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ എന്ത് തയ്യാറെടുക്കണം. ബിക്കോസ് അവരുടെ അൾട്ടിമേറ്റ് ടാർഗറ്റുകൾ എവിടെയൊക്കെ ആകാം എന്ന് അവർ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് ഇനിയും നെക്സ്റ്റ് ലെവലിൽ ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി മോർ കെയർഫുൾ അബൌട്ട് ഓൾ ദീസ് ലൊക്കേഷൻസ്. മേജർ വിജയ് ഭാർഗവയിലേക്ക് ഞാൻ ഒന്നുകൂടി പോന്നു. മേജർ വിജയ് ഭാർഗവ്, ഇതൊരു ലിമിറ്റഡ് വാർഫെയർ ആണ് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. പരിമിതമായ യുദ്ധം എന്ന അർത്ഥത്തിൽ പറയണം. 4 സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട അതിർത്തി വില്ലേജുകളിലും എയർബേസുകളിലേക്കും തുടർച്ചയായിട്ട് ഡ്രോണും മിസൈലും വർഷിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ നമ്മളുടെ പ്രതിരോധ ശേഷിയെ പരീക്ഷിച്ചത്. അതിൽ പൂർണ്ണ വിജയം ഇതാണ്. 100% നമ്മൾ വിജയിച്ചു. ഒരു എയർബേസിനും സാരമായ കേടുപാടുകൾ വരുത്താൻ പാകിസ്ഥാൻ ഡ്രോണുകൾക്കോ മിസൈലുകൾക്കോ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ നമ്മൾ ഈ സാങ്കേതികമായി ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ലാഹോർ എയർബേസിൽ HQP9 എന്ന് പറയുന്ന ഒരു എയർ ഷീൽഡാണ് അവർക്കുള്ളത്, അഥവാ ആൻറ്റി മിസൈൽ സിസ്റ്റമാണുള്ളത്. നമ്മുടെ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് S-400 ഉണ്ട്, ആകാശ സംവിധാനമുണ്ട്, അതേപോലെ L-70 ആൻറ്റി ക്രൂയിസ് മിസൈൽ ഗൺസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് സാങ്കേതികമായി പാകിസ്ഥാന് മേൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് നൽകുന്ന ഒന്നാണ്. നേരത്തെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ കരുത്ത് എന്ന് പറയുന്നത് കരസേനയും എയർഫോഴ്സുമാണ്. പക്ഷേ ആ എയർഫോഴ്സിന് കടന്നു വരാൻ കഴിയാത്ത വിധം ശക്തമായി നമ്മളുടെ ആകാശ മേഖല പൂർണ്ണമായിട്ടും ഫോർട്ടിഫൈഡ് ആണ്, കോട്ട കെട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക്സ് ടു S-400, താങ്ക്സ് ടു ആകാശ്. അപ്പോൾ ഇത് ഈ വാർഫെയറിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ ഈ ഗൾഫ് യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പേട്രിയറ്റിനെ കുറിച്ച് പറയാറുണ്ട്, സ്കഡ് മിസൈലുകളെ കുറിച്ച് പറയാറുണ്ട്. അതേപോലെ S-400ഉം ആകാശ് മിസൈലും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ വാർഫെയറിലെ പ്രധാനപ്പെട്ട എക്യുപ്മെൻറ്റുകളായിട്ട് മാറുന്നു. ഇനി 2ഓളം S-400 സിസ്റ്റം വരാനിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയുടെ തന്നെ വാർഫെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മോസ് ഒന്നും പുറത്തെടുത്തിട്ടില്ല. അതിനു മുൻപ് തന്നെ ഇന്ത്യ കാര്യമായിട്ട് മിസൈലുകളെ അയച്ചിട്ടില്ല പാകിസ്ഥാനിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. ലിമിറ്റഡായ ചില ഡ്രോണുകളാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു സാങ്കേതികമായി ഇന്ത്യയുടെ മികവ് വിളിച്ചോതുന്ന ഒരു ലിമിറ്റഡ് വാർഫെയർ ആയിരുന്നു. അത് പാകിസ്ഥാന് ബോധ്യപ്പെട്ടോ ഇന്ത്യയുമായി ഇനി അങ്ങനെ ഏറ്റുമുട്ടിയാൽ അത്ര എളുപ്പം കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാവില്ല എന്ന്? ഡോക്ടർ അരുൺ, ഇത് പാകിസ്ഥാനിന് മുന്നേ അറിയുന്ന കാര്യമാണ്. ഇന്ത്യ അടുത്ത് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഇതേ സംഭവിക്കുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് അവരെപ്പോഴും ഒരു ഇറഗുലർ വാർഫെയറിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പം നമ്മൾ എവിടെ കാർഗിൽ തൊട്ട് നോക്കിയോളൂ. കാർഗിൽ തൊട്ട് ഓപ്പ് പരാക്രം മുതൽ 2016 പഠാൻകോട്ട് അറ്റാക്ക്, 2016 ഉറി, 2019 എല്ലാത്തിലും അവരുടെ ഒരു ഇറഗുലേഴ്സ് കൂടെ ഉണ്ടാവും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മിലിറ്റൻസ്, ജെയ്ഷെ മുഹമ്മദ് ആയിക്കോട്ടെ, ലഷ്കർ-ഇ-തോയ്ബ ആയിക്കോട്ടെ. പിന്നെ ഇപ്പോൾ എയർഫോഴ്സിൻ്റെയും ആർമിയുടെയും കാര്യം നമ്മൾ പറഞ്ഞല്ലോ. പാകിസ്ഥാന് ക്ലിയർ ആയിട്ട് അറിയാം അവർക്കത് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡോക്ടർ മോഹൻ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ലോകത്തിന് അറിയാം എത്രത്തോളം എഫക്റ്റീവാണ് പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന്. പിന്നെ S-400 അത് ഡോക്ടർ മനോഹർ പാരിക്കറിൻ്റെ ടൈമിലാണ് നമ്മൾ ആ അക്വിസിഷൻ നടത്തിയത്. ആൻഡ് ഐ വുഡ് സേ വൺ ഓഫ് ദ ബെസ്റ്റ് അക്വിസിഷൻസ് വി എവർ ഹാഡ്. നമ്മൾ വെസ്റ്റേൺ ഫ്രണ്ടിൽ മാത്രമല്ല, അത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിലും S-400 നമ്മുടെ ഡിപ്ലോയിഡ് ആണ്. പിന്നെ ആകാശ് സിസ്റ്റംസ് ഉണ്ട്. L-70 ഈസ് എൻ ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺ. L-70 ഉണ്ട്. അതുപോലെ നമുക്ക് ZU-23 ഉണ്ട്. തങ്കുഷ്ക ഇപ്പോൾ ഫേസ് ഔട്ടായി. ഷിൽക്ക ഉണ്ട്. സോ നമ്മളടുത്ത് ഒരു ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ വി ആർ കപ്പിൾ ഓഫ് സ്റ്റെപ്സ് അഹെഡ് ഓഫ് പാകിസ്ഥാൻ. അതവർക്ക് ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേവി ഞാൻ പറഞ്ഞ പോലെ നേവി നമ്മൾ തൊടണ്ട. ബിക്കോസ് ഒരു കമ്പാരിസണേ അല്ല ശരിക്കും പറയുകയാണെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയുടെ നേവി.
പക്ഷേ ഇപ്പോൾ ആൻഡ് വെസ്റ്റേൺ മീഡിയയുടെ എന്താണെങ്കിലും അവർക്കൊരു ഒരു ഒരു അജണ്ട ഉണ്ട്. ഒരു എഗൈൻ ഇറ്റ്സ് സോർട്ട് ഓഫ് എ പ്രൊപ്പഗാൻഡ. അവരങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ റോയിട്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അൽ ജസീറ ആണെങ്കിലും അവർക്കൊരു അജണ്ട പറയാനുണ്ട്. അപ്പോൾ അവർ അങ്ങനെ പറയും ഇന്ത്യ മുട്ടുമടക്കുന്നു. പക്ഷേ വി ഓൾ നോ വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. നിലവിൽ പാകിസ്ഥാൻ വിളിച്ചിരിക്കുന്നത് അങ്ങനെ പറയാൻ ഒരു തരത്തിലുള്ള അവകാശവും ഒരു മീഡിയയ്ക്കും ഇല്ല എന്നതാണ് കാറ്റഗോറിക്കലാണ് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അല്ല പക്ഷെ അവര് അവരങ്ങനെയാണ് സാധ്യതയുള്ളത്. ശരിയാണ്, നേരത്തെ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ്. അല്ല പക്ഷെ അതെ അതെ. പിന്നെ അവരുടെ പ്രൊപ്പഗാൻഡയും ഇങ്ങനെ തന്നെയാണ്. ഇന്ത്യ ആണ് ഇതാക്കിയത്, ഇന്ത്യ ആണ് അടിയറവ് പറഞ്ഞതെന്ന് തന്നെ അവർ പറയുള്ളൂ. ഇനിയിപ്പോൾ എക്സിൽ നോക്കി കഴിഞ്ഞാൽ ഫ്ലഡ് ആയിരിക്കും പാകിസ്ഥാൻ. നമ്മളുടെ മുന്നിൽ തെളിവുകളുണ്ട്. ആ തെളിവുകളാണ് ചിത്രങ്ങളായി കൃത്യമായ പ്രസ് മീറ്റിംഗിൽ ഇതിൽ പ്രശ്നം എന്താണെന്നറിയോ? ഇതിൽ പ്രശ്നം എന്താണെന്നറിയോ? കുറച്ച് പേരെങ്കിലും ഇത് വിശ്വസിക്കും. ഇപ്പോൾ ഇന്ന് ഫോർ എക്സാമ്പിൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ഇപ്പോൾ ഡീഎസ്കലേഷൻ നടന്നില്ല, സീസ് ഫയർ നടന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ പോട്ടെ ആ 4 സ്റ്റേറ്റ്സിലുള്ള 5 സ്റ്റേറ്റ്സ് ബോർഡർ സ്റ്റേറ്റ്സ് വിട്ടോളൂ. ഒരു മധ്യപ്രദേശ് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ കേരളയിലിരിക്കുന്ന ആൾക്ക് ഈ പ്രൊപ്പഗാൻഡൊക്കെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവരെന്താവും, അവരെ മൊറാല് ഭയങ്കരമായിട്ട് ലോ ആവും. അപ്പോൾ അവർ പറയും അയ്യോ നമ്മുടെ ആർമി എന്ത് ചെയ്യുന്നു, നമ്മുടെ എയർഫോഴ്സ് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു. ആ ഒരു പാനിക് സെറ്റിൻ ചെയ്യും. അപ്പോൾ അവരുടെ ഒരു വിശ്വാസം നഷ്ടപ്പെടും. പിന്നെ ഫോർ എക്സാമ്പിൾ ആർമിയെ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ മധ്യപ്രദേശിൽ ഇരിക്കുന്ന ഒരു റിസർവ് ബറ്റാലിയൻ ഇരിക്കുകയാണെന്ന് വെച്ചോളൂ. അവർക്ക് മുന്നോട്ട് പോകണം. ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അവർ മുന്നോട്ട് മൊബിലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ഈ പ്രൊപ്പഗാൻഡ കാണുമ്പോൾ എന്താ വിചാരിക്കുക, അയ്യോ എൻ്റെ സോൾജേഴ്സിന് ഇങ്ങനെ പറ്റിയോ. ദാറ്റ് ഈസ് ദ പ്രൊപ്പഗാൻഡ വാർഫെയർ ദാറ്റ് ദേ ആർ ഡൂയിങ്. മൊറാല് തകർക്കുക, ഒരു കൺട്രിയുടെ മൊറാല് തകർക്കണം എന്നുള്ളതാണ് അവരുടെ വാർഫെയർ. അതേ അവരിനി റിസോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇറഗുലേഴ്സ്, അത് നമുക്കറിയാലോ, അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. ഒസാമ ബിൻ ലാദൻ അവരുടെ പാകിസ്ഥാൻ അക്കാഡമിയുടെ ഒരു 800 മീറ്റർ അപ്പുറത്തുനിന്നാണ് അമേരിക്ക എടുത്തുകൊണ്ട് പോയത്. ഹാഫിസ് സയ്യിദ് ഉണ്ട്, മസൂദ് അസർ ഉണ്ട്, അവരെല്ലാം അവിടെ ഉണ്ട്. ആബ്സല്യൂട്ട്ലി മസൂദ് അസർ ഒക്കെ അവിടെ ഉണ്ട്. അവർ പക്ഷേ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അവരുടെ മിനിസ്റ്റേഴ്സ് എന്താ പറയുന്നത്, നമ്മുടെ വി ഡോണ്ട് സപ്പോർട്ട് ടെററിസം, വി വോണ്ട് പീസ് എന്നല്ലേ. അവർ ഈ നെറേറ്റീവ് തുടർന്നുകൊണ്ടിരിക്കും. ബട്ട് ദെൻ വേൾഡ് ഹാസ് സീൻ, പാകിസ്ഥാൻ ഹാസ് സീൻ വാട്ട് ഇന്ത്യ ഈസ് കേപ്പബിൾ ഓഫ്, ആൻഡ് we are impenetrable from the skies. ഓക്കെ, ഡോക്ടർ ഫസൽ ഗഫൂർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇതിൽ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ തോൽക്കുമെന്നറിയാവുന്ന ഒരു യുദ്ധത്തിനല്ലേ ഇറങ്ങി പുറപ്പെട്ടത്? എൻ്റെ ഒരു കൺസേൺ നോക്കൂ, നമ്മൾ പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം 14 ദിവസം കഴിഞ്ഞാണ് പാകിസ്ഥാൻ്റെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളിൽ അപ്രതീക്ഷിതമായി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത്. 8ഓളം ഇടങ്ങളിൽ 23 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് പോയി അടിച്ച് തിരിച്ചു വരുന്നു. അതിന് തെളിവുകൾ സഹിതം നമ്മൾ കൊടുക്കുന്നു. പാകിസ്ഥാൻ അംഗീകരിക്കേണ്ടി വരുന്നു. പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽസിന് തന്നെ മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വരുന്നു. ആ ചിത്രങ്ങൾ പുറം ലോകം കാണുന്നു. പാകിസ്ഥാനും ലഷ്കർ ഇ തൊയ്ബയും തമ്മിൽ, ആർമിയും ലഷ്കർ ഇ തൊയ്ബയും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ളത് ലോകത്തെ തുറന്നു കാട്ടുന്നു. അപ്പോൾ പാകിസ്ഥാൻ മസൂദ് അസറിൻ്റെ കുടുംബത്തെ മാത്രമല്ല, ലഷ്കർ ഇ തൊയ്ബയുടെ സെക്കൻഡ് ലൈൻ കമാൻഡറായ മസൂദ് അസറിൻ്റെ സഹോദരനെ കൂടിയാണ് വധിച്ചിരിക്കുന്നത്. ഇങ്ങനെ 5ഓളം കൊടും ഭീകരരെയാണ്, ഇൻ്റർനാഷണലി ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്ന 5 കൊടും ഭീകരരെയാണ് നമ്മൾ ഈ 9 ഓപ്പറേഷൻസിലും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ കൊല ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അനൗദ്യോഗിക കണക്ക് പ്രകാരം 80-നും 90-നും ഇടയിൽ ഭീകരരെ നമ്മൾ ഈ 9 സൈറ്റുകളിൽ നടന്ന ഓപ്പറേഷൻസിൽ വധിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഹഫീസ് സയ്യിദിന് നൊന്തു, ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസറിന് നൊന്തു. മസൂദ് അസറിന് തൻ്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ നഷ്ടമായി, പെങ്ങളെ നഷ്ടമായി, ബ്രദർ ഇൻ ലോയെ നഷ്ടമാവുന്നു, അനിയനെ നഷ്ടപ്പെടുന്നു, ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡറിനെ നഷ്ടപ്പെടുന്നു. അത് സ്വാഭാവികമായും ഈ 3 സംഘടനകളുടെയും, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, ഈ 3 സംഘടനകളുടെയും ടോപ്പ് ബ്രാഡ് കേഡറിനിടയിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നു. അസീം മുനീറിനെ പോലെയുള്ള ഒരാൾ ഇരിക്കുന്ന സമയത്ത് ഒരു ജിഹാദി ജനറൽ എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന, ഇതിന് ഇൻവേർട്ടഡ് കോമ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അസീം മുനീറിനെ പോലെ വളരെ ഫണ്ടമെൻ്റലിസ്റ്റായ റാഡിക്കലായ ഒരു ജനറൽ ഇരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ പാളയത്തിൽ കയറി, കുവൈറ്റ് കാശ്മീരിൽ പോലുമല്ല, പാകിസ്ഥാൻ്റെ ടെറിട്ടറിയിൽ കയറി, മുരീദ്കയിലാണ് പോയി അടിച്ചിരിക്കുന്നത്, ബഹാവൽപൂരിലാണ് പോയി അടിച്ചിരിക്കുന്നത്, അപ്പോൾ മുസാഫറാബാദിലാണ് അടിച്ചിരിക്കുന്നത്. അപ്പം ഈ കേന്ദ്രങ്ങളിൽ കയറി അടിക്കുമ്പോൾ പാകിസ്ഥാന് പേരിന് വേണ്ടിയെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കണം. അത് പാകിസ്ഥാനിലെ ഈ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ, ഹഫീസ് സയ്യിദിനെ, മസൂദ് അസറിനെ, ലഷ്കർ ഇ തൊയ്ബയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാട്ടിക്കൂട്ടലാണ് എന്ന് നമുക്ക് സംശയിക്കാമോ? അതല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ത്
എന്താലോചിച്ചിട്ടാണ് ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്? അറബിക്കടലിലേക്ക് നോക്കാനേ കഴിയില്ല. അവിടെ INS വിക്രാന്തും സൂററ്റുമുണ്ട്. എയർഫോഴ്സിനെ നോക്കിയാൽ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. ലാൻഡിലേക്ക് നോക്കിയാൽ സുസജ്ജമായ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ഉണ്ട്. പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് 99, 65, 71 കണ്ടതാ. അപ്പോൾ ഇത് അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പുകളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഡ്രോൺ വാർഫെയർ ആയിരുന്നു അത്, ലിമിറ്റഡ് വാർഫെയർ ആയിരുന്നു അത്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ ഇതിന് മറുപടി പറഞ്ഞതിനെക്കാട്ടും മുമ്പ് നമ്മൾ APJ അബ്ദുൽ കലാമിനെ മറക്കരുത്. കാരണം ഇന്ത്യയുടെ ഈ സിസ്റ്റങ്ങളൊക്കെ മനസ്സിലായില്ലേ, ഡെവലപ്പ് ചെയ്യണതിൽ വലിയ പങ്ക് വഹിച്ചിട്ടില്ല. നമ്മുടെ ബ്രഹ്മോസും അഗ്നിയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാനും നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നത് ആ കാലഘട്ടത്തിലാണ്, മനസ്സിലായോ? അപ്പോൾ അതാണല്ലോ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകളൊന്നും അല്ലെങ്കിൽ കൂടി അതിനടുക്കപ്പറ്റുള്ള ദൂരം, എൻ്റെ ഓർമ്മ ശരിയാണ്, 3000 കിലോമീറ്റർ പോകുന്ന ദൂരത്തിലുള്ള അദ്ദേഹത്തിന് നമ്മൾ ഒട്ടും ഞാൻ ഈ അടുത്ത കന്യാകുമാരിയിൽ പോയിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ നല്ലോണം സ്മരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു തർക്കമില്ല അതിനെ പറ്റിയിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ തമിഴ്നാട്ടിലെ സൗത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയിരുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ കാര്യത്തിലോട്ട് വരാം. അതായത് താങ്കൾ പറഞ്ഞ മാതിരി തന്നെ ഇതിനൊരു അവസാനം വരുത്തണം. കാരണം ഇപ്പോൾ ഒസാമ ബിൻ ലാദനെ തന്നെ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ഇതൊരു ബേസിക്കലി എന്താ പറയുക, ഇതൊരു നമ്മളെന്താ പറയുക, ഒരു ഇല്ലെജിറ്റിമേറ്റ് സ്റ്റേറ്റാണ് പാകിസ്ഥാൻ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഭയക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധമൊക്കെ അങ്ങോട്ട് തുടർന്നു കഴിഞ്ഞാൽ ഒരു ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടൊരു വികാരം വെറുതെ ഡെവലപ്പ് ചെയ്ത് വരും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രശ്നവും ഇന്ത്യ ഒരു ലിമിറ്റഡ് 88 മണിക്കൂർ കൊണ്ട് ആ പ്രശ്നവും സോൾവ് ചെയ്തതിൽ ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ ഈ പ്രോക്സി വാർ, ഡബിൾ പ്രോക്സി, ചൈനീസ് ആംസ് ആൻഡ് ടെററിസ്റ്റ് അറ്റാക്ക്, ഇതിന് തക്കതായിട്ടുള്ളൊരു മറുപടിയാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ബ്രിഗേഡിയർ നമ്മുടെ മോഹൻപിള്ള പറഞ്ഞ മാതിരി നമ്മൾ ഒരു കാര്യം മറക്കരുത്, അതായത് എല്ലാ ഡിസ്ട്രസ്സിലും ഓൾ വെതർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ റഷ്യയാണ്. ഞാൻ സോവിയറ്റ് യൂണിയൻ അന്നത്തെ പേര് വെച്ച് പറഞ്ഞാണ്. കാരണം 1971 നമ്മുടെ ട്രീറ്റി, അതുകൊണ്ടാണ് നമ്മൾ ബംഗ്ലാദേശ് ഇല്ലാതാക്കിയത്. ഇപ്പം തന്നെ നമുക്ക് ഇതിനിടയിൽ S-400 മിസൈലുകൾ അയക്കുന്നു, മനസ്സിലല്ല? അവരുടെ സൂക്കോയ് വിമാനങ്ങൾ ആണ് ലേറ്റസ്റ്റ് നമ്മൾ അണ്ടർ ലൈസൻസ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇനിയിപ്പോൾ സൂക്കോയ്, എൻ്റെ ഓർമ്മ ശരിയാണ്, വീണ്ടും പറയുന്നത് സൂക്കോയ് 35, മനസ്സിലായില്ലേ? അവരുടെ അഡ്വാൻസ്, അതിന് മുകളിൽ അഡ്വാൻസ് സൂക്കോയ് 50 വരേണ്ടതെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈസൻസിലാണല്ലോ അതൊക്കെ ഉണ്ടാക്കുന്നത്, അല്ല നമ്മൾ വെറുതെ പോയിട്ട് ഫ്രാൻസിൻ്റെയും അല്ലെങ്കിൽ വാങ്ങേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് മിലിറ്ററി എക്സ്പേർട്സ് തീരുമാനിക്കേണ്ടതാണത്. എന്നാൽ കൂടി സൗഹാർദ്ദം, റഷ്യയായിട്ടുള്ള സൗഹാർദ്ദം നമ്മൾ കൂട്ടണം. അല്ലെങ്കിൽ റഷ്യ പോയിട്ട് നേരെ ചൈനയുടെ കൂടെ ചേരുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൂടെ ഒരു സംഭവമാണ്. മാത്രമല്ല ഇതൊരു താക്കീതാണ്. ഇവിടെ തന്നെ ആർക്കെങ്കിലും തീവ്രവാദികളായിട്ടൊക്കെ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ എന്തായിരിക്കും അതിനകത്ത് ആ തീവ്രവാദത്തിൻ്റെ അവസാനം എന്തായിരിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ കൂടിയിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഗവൺമെൻറ്റിനെ മാത്രമല്ല ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള മുൻ ഗവൺമെൻറ്റുകളുണ്ട്. അത് വാജ്പേയി ഗവൺമെൻറ് ആയാലും വേണ്ടില്ല, ഇന്ദിരയുടെ ഗവൺമെൻറ് ആയാലും മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആയാലും വേണ്ടില്ല, അവരെല്ലാവരും നമ്മൾ അഭിനന്ദിക്കണം. കാരണം ആ കാലഘട്ടം തൊട്ടിട്ടേ നമ്മൾ ഈ ഒരുക്കങ്ങൾ തുടങ്ങിയതാണ്. ഈ ഒരുക്കങ്ങൾ ഇന്നോ ഇന്നലെയായിട്ട് നമ്മൾ തുടങ്ങിയതല്ല, നമ്മൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ ഭയങ്കരമായിട്ട് ഫോർട്ടിഫൈ ചെയ്തു. നമ്മൾ പറയാറുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ മാതിരി ഫോർട്രസ് USA എന്ന് പറഞ്ഞ മാതിരി ഫോർട്രസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു, ഈവൻ ഒരളവോളം ഹരിയാനയിലെ അംബാലയൊക്കെ തന്നെ അതിനൊക്കെ അംബാല എയർപോർട്ടൊക്കെ അതൊക്കെ അതിലൊക്കെ പെടുന്നതാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട് ലൈൻ എയർപോർട്ടുകളെല്ലാം അല്ല നമ്മുടെ എയറോഡ്രോമുകൾ, മറ്റേ വ്യോമസേനയുടെ എയറോഡ്രോമുകൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ ക്യാപിറ്റലിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഉണ്ട്, മ്യൂച്വലി അതായത് 32 കിലോമീറ്ററാണ് ഉള്ളൂ അമൃത്സറും നമ്മുടെ ലാഹോറും കൂടെ തമ്മിലുള്ള വ്യത്യാസം കിടക്കുന്നത്, ബോർഡർ ഓഫ് ലൈൻ രണ്ടും കൂടെ തമ്മില്ല, 32-26 അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് 1965 നമ്മൾ ലാഹോറിനടുത്ത് എത്തിയതാണ്. അപ്പോൾ ലാഹോറിനടുത്തെത്തുക നമ്മളെത്തിയാൽ അവർ അമൃത്സറിൻ്റെ അടുത്തെത്തിയാൽ അമൃത്സറിലോട്ട് വല്ല മിസൈലുകളൊക്കെ വന്ന് വീണാൽ ഭീകരമായിരിക്കും. കാരണം നമ്മുടെ എല്ലാ സിറ്റീസും ഹൈലി പോപ്പുലേറ്റഡ് ആണ്. നമ്മുടെ ഏറ്റവും വലിയ നേരത്തെ മാതിരി നമ്മുടെ സോഡാമായിട്ടുള്ള സിഖ് സമുദായം കിടക്കുന്നു. ഇപ്പുറത്തെ വശത്ത് രാജസ്ഥാനിൽ നമ്മുടെ രാജ്പൂട്ട് റെജിമെൻറ്റുകൾ കിടക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റി, അവിടെ ഒന്നും ഒരു നഷ്ടം പറ്റിയിട്ടില്ല എന്നുള്ള നിലക്ക് ഞാനിത് വൺ ഓഫ് ദ ഗ്രേറ്റ് വിക്ടറീസ് ഓഫ് ഇന്ത്യയായിട്ട് കണക്കാക്കുന്നു. ഈ പറഞ്ഞ മാതിരി അങ്ങനെ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. വെസ്റ്റേൺ മീഡിയയിൽ എന്ത് റിപ്പോർട്ട് ചെയ്താലും വേണ്ടില്ല, ആ റിപ്പോർട്ടൊന്നും അവർ കൊടുത്തിട്ടുള്ളതൊന്നും ഓതൻറ്റിക് അല്ല. കാരണം നമ്മളതെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, പാകിസ്ഥാൻ ഇനി വലിയൊരു അടി പറ്റാൻ പോകണം. ഇതുകൊണ്ട് എന്തറിയോ, 1965
അയൂബ് ഖാൻ ഔട്ടായി, 1971 യഹിയ ഖാൻ ഔട്ടായി, സുൽഫീഖർ അലി ഭൂട്ടോ ഔട്ടായി. അപ്പോൾ ഇതിൽ നമുക്ക് വിചാരിക്കണ മാതിരില്ല, അവരുടെ മിലിറ്ററിയുടെ തന്നെ ഉള്ളിൽ കൂടെ വേറെ വല്ല ആംഗിളും ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ മുനിയനെ പുറത്താക്കാനോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ നിലവിൽ അസീം മാലിക്കും ഒപ്പം തന്നെ അസീം മുനീറിനും സംബന്ധിച്ച് അവിടെ വലിയ ആശങ്കകളുണ്ട്. അസീം മുനീർ രാത്രിയിൽ നടത്തിയ ഇന്ത്യൻ ഓപ്പറേഷൻസ് എല്ലാം ദയനീയമായി പരാജയപ്പെട്ടു. അതിനെ തുടർന്ന് പാകിസ്ഥാന്റെ സൈന്യത്തിനുള്ളിൽ തന്നെ ഒരു പടപ്പുറപ്പാട് ഈ അസീം മുനീറിനെതിരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അസീം മുനീറിന്റെ ദീർഘവീക്ഷണമില്ലായ്മയും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതുമാണ് വിനയായത് എന്ന് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ വിമർശനം ഉയർന്നു. പാർലമെന്റിൽ തന്നെ ഷഹദാദ് ഈ ഷെരീഫിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ചില റിമാർക്കുകൾ പാകിസ്ഥാന്റെ MP-മാരുടെ ഭാഗത്തു നിന്നുണ്ടായി. തെഹ്രീക്ക്-ഇൻസാഫിലെ പ്രവർത്തകർ തെരുവിലാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു ഭാഗത്ത് സൈന്യവുമായി പോരാട്ടത്തിലാണ്. അപ്പോൾ ഇനി ഈ അസീം മുനീറിന്റെ ഭാവി എന്തെന്ന് കണ്ടറിയണം, അല്ലേ ഡോക്ടർ ഫസൽ ഗഫൂർ? അതല്ല ഞാൻ പറഞ്ഞത്, ഓരോ യുദ്ധത്തിലും ഇവരുടെ ഓരോരോ നേതാക്കന്മാർ തെറിച്ചു പോകും. അതായത് ഇവരെ ജനറൽസിൻ്റെ എല്ലാം ചരിത്രം അതാണ്. നമ്മൾ വിട്ടുപോയല്ലോ, ഇവരെ ഏറ്റവും വലിയ ഇസ്ലാമിസ്റ്റ് ജനറലായിട്ടുള്ള സിയാഉൽ ഹക്ക് ബോംബ് സ്ഫോടനത്തിൽ ഒരു ഹെലികോപ്റ്ററിലോ അങ്ങനെ ആണെന്ന് തോന്നുന്നു ബോംബ് സ്ഫോടനത്തിൽ മരിച്ചില്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നാണ് അതിനെ പറയുന്നത്. ഒരു മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ജനാധിപത്യം ഇല്ലാത്തൊരു കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കൂടെ തീർച്ചയായിട്ടും മറ്റുള്ള ഉദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ശ്രീ മോഹൻ ബിർള വിരലി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ എന്തോന്ന് പറയണം, അത് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഓക്കെ ഡോക്ടർ മോഹൻ പിള്ള അങ്ങ് എന്തോ വിരലിച്ചുകൊണ്ടിരുന്നു. എന്താണ് അങ്ങ് ഇതിനകത്ത് പാകിസ്ഥാന്റെ ആർമിക്കുള്ളിൽ ഇനിയൊരു വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ആ അർത്ഥത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ കാഷ്വാലിറ്റിയാണ് ഇനി വരാനിരിക്കുന്നത്. അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഫുള്ളി ഓപ്പറേഷണലാണ് പാകിസ്ഥാൻ ആർമിക്കെതിരെ. ഡോക്ടർ അരുൺ, അതാണ് ജസ്റ്റ് ക്രക്സ് ഓഫ് ദി ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇതെല്ലാം പെരിഫറി സംസാരിക്കാം. ദ ക്രക്സ് ഓഫ് ദി ഇഷ്യൂ, വൈ ദിസ് ടെററിസ്റ്റാൻ അപ്പീൽഡ് ഇന്ത്യ ഫോർ എ സീസ് ഫയർ, ഇറ്റ് ഈസ് ജസ്റ്റ് നത്തിങ് ലൈക്ക് ദാറ്റ്. ദേ ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദെയർ ഫ്രണ്ട്. ആ സൈഡിൽ ഇവിടെ നിന്ന് ഇന്ന് തന്നെ അരുൺ നോക്കിക്കോളൂ, ഇന്ന് തന്നെ ടോട്ടൽ ട്രൂപ്സ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ഫ്രണ്ട് ഒരു പ്രോവിൻസ് ടെററിസ്റ്റാണിൽ നിന്ന് വിട്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിഹാദി ജനറലിന് സഹിക്കാൻ പറ്റില്ല. അങ്ങേരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഇവരിതിന് വന്നത് ആ ഒരൊറ്റ പോയിന്റിലാണ്. അതായത് ഇവിടെ നിന്ന് ട്രൂപ്സിനെ ടോട്ടലി ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ വിന്യസിക്കണം. കൊറ്റയിലെ പതാക ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് താഴെ ഇറക്കണം. ആ ഒരു ഉദ്ദേശമായിരിക്കും വരും ദിവസങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് വളരെ ടാക്ട്ഫുൾ ആയിട്ട് അവിടെ ഇവിടെയും തൊടാതെ അവര് ഒരു സീസ് ഫയറിന് വന്നിരിക്കുന്നത്. അവർക്ക് അവരുടെ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു നാണക്കേടാവും. അതിനുവേണ്ടിയാണ് ഈ മേജർ സീസ് ഫയർ ഫോർത്ത് വിത്തിന് അവർ വന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു ഡോക്ടർ മോഹൻ പിള്ള. ഇനി ഒരിക്കൽ കൂടി നമ്മളിങ്ങനെ ഇരിക്കാൻ കഴിയാതെ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഞാൻ ഉദ്ദേശിച്ചത് വളരെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഇരിക്കാൻ കഴിയാതെ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വളരെ സമാധാനത്തോടു കൂടി ഈ സായാഹ്നത്തിൽ നമുക്ക് ഉറങ്ങാമെന്ന് തോന്നുന്നു. 88 മണിക്കൂർ ഇരു രാജ്യങ്ങളും മാത്രമല്ല, ഇരു രാജ്യങ്ങളിലെയും ജനത അനുഭവിച്ച മാനസികാവസ്ഥയിലൂടെയും നമ്മളൊന്ന് കടന്നു പോകുമ്പോഴേ അത് മനസ്സിലാവൂ. അതിർത്തി പ്രദേശങ്ങളിലുള്ളവർ കടന്നുപോയ മാനസികാവസ്ഥയെ ആലോചിക്കുമ്പോഴേ നമ്മൾക്കത് മനസ്സിലാകൂ. താങ്ക് യു ഡോക്ടർ ഫസൽ ഗഫൂർ. താങ്ക് യു ഡോക്ടർ മോഹനൻ പിള്ള. താങ്ക് യു മേജർ വിജയ് ഭാർഗവ്, മുൻ സ്പെഷ്യൽ ഫോഴ്സ് എഞ്ചിനീയർ, ചർച്ചയിൽ ചേർന്നതിന്.